നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിറം മാറുന്ന വീട് അവസാന അധ്യായം. അച്ഛന് വന്നതിനേക്കാൾ വലിയ മാറ്റമാണ് അമ്മയിൽ സംഭവിച്ചത്. അമ്മ ആകപ്പാടെ മാറി. ചെറുപ്പത്തിൽ ഞാൻ കേട്ട അമ്മയുടെ മൂളിപ്പാട്ട് മടങ്ങിയെത്തി. കുളിമുറിയിൽ മാത്രമല്ല, അടുക്കളയിലും കിടപ്പുമുറിയിലുമൊക്കെ അമ്മ മൂളിപ്പാട്ട് പാടുന്നുണ്ട്. അമ്മ മുടിയിൽ കൃത്യമായി എണ്ണ തേക്കാൻ തുടങ്ങി. വീട്ടു സാധനങ്ങൾ വാങ്ങി വന്നപ്പോൾ അതിൽ അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങളും ഉണ്ടായിരുന്നു. അമ്മയുടെ വരണ്ട ദാമ്പത്യത്തിനു മേൽ തണുത്ത കാറ്റ് വീശുകയാണോ? അമ്മയുടെ ഉടൽ ആ കാറ്റിന്റെ സുഖലഹരിയിൽ ആകെ കൊഴുത്തു മിനുങ്ങുകയാണോ? പഴയ ഫോട്ടോകളിൽ കണ്ട അമ്മയുടെ കണ്ണുകളിൽ തെളിച്ചം ഞാൻ ഇപ്പോൾ അമ്മയിൽ നേരിട്ട് കാണുകയാണ്. ഒരു കാലം ഈ തെളിച്ചം എൻ്റെ കണ്ണുകളിലായിരുന്നു. അമ്മ ഇപ്പോൾ മറ്റൊരു കാലത്തിലാണ്. 43ന്റെ സന്ധ്യയിൽ നക്ഷത്രങ്ങൾ വിരിയുകയാണ്. അമ്മ എപ്പോഴും സിനോബിനോട് സംസാരിച്ചു. അമ്മയുടെ വസ്ത്രങ്ങൾ അമ്മ പോലും അറിയാതെ അവൻ്റെ മുൻപിൽ സ്ഥാനം മാറ്റി. അമ്മയുടെ കാലുകളിലെ ചെമ്പൻ രോമങ്ങളിൽ അവൻ്റെ നോട്ടം തറയ്ക്കുന്നത് ഞാൻ കണ്ടു. അവൻ ഏതോ കൗതുകത്തിന്റെ പൊരുളിൽ പിടഞ്ഞു. അമ്മയുടെ സുന്ദരമായ ശരീരം അവന്റെ മുൻപിൽ നൃത്തച്ചുവടുകളായി. 24ന്റെ ആസ്തികളും കൊതിയും ആകാംക്ഷയും അവന്റെ കണ്ണുകളുടെ നിറം മാറ്റിക്കളഞ്ഞു. അവൻ ജോലിയെടുക്കുമ്പോൾ കവിതകൾ ചൊല്ലി. ആദ്യമൊക്കെ അത് അവന് മാത്രം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിലായിരുന്നെങ്കിൽ ഇപ്പോഴത് വീട് മുഴുവൻ മുഴങ്ങുന്ന വിധത്തിലായി. അപ്പോഴും അവൻ എന്നെ ക്രൂരമായി അവഗണിച്ചു. ഞാനെന്ന മകൾ അടുത്തുണ്ടെന്ന കാര്യം തന്നെ മറന്ന പോലെ അവന്റെ വിരലുകൾ അമ്മയുടെ വിരലുകളെ തൊട്ടു. അവ വാതിൽപ്പടിയിലും ചുമരിലുമൊക്കെ തമ്മിൽ പിണഞ്ഞ് ചിത്രങ്ങൾ വരച്ചു. 2 കൈപ്പടങ്ങൾ വിരലുകളിലൂടെ സംസാരിക്കുന്ന ആ ഭാഷയ്ക്ക് മുൻപിൽ നിസ്സഹതയും ക്രോധവും അടക്കിപ്പിടിച്ച് ഞാൻ കണ്ണുകളടച്ചു. ഞാൻ അച്ഛൻ്റെ മുറിയിൽ തന്നെ ഇരുന്നു. അച്ഛൻ അവനെ വിളിച്ചുകൊണ്ടിരുന്നു. താഴെ നിന്ന് അമ്മയുടെ പൊട്ടിച്ചിരികൾ ഞങ്ങളെ തേടിയെത്തി. ഞാൻ അച്ഛനെ തൊട്ടു നിൽക്കുമ്പോൾ അച്ഛൻ എന്നോട് ചോദിക്കും, ദാമു വന്നില്ലേ മോളെ? വന്നു അച്ഛാ. എന്നിട്ട് എവിടെ പഹയൻ? പുതിയ സൈറ്റിലാണ് അച്ഛാ, ഇവിടുന്ന് കുറെ ദൂരെ, പുതിയൊരു കാലത്തിൽ, പുതിയൊരു നിറത്തിൽ. ഞാൻ അവൻ്റെ കാശ് മടക്കി കൊടുത്തില്ല. വീട്ടിൽ ഒരുപാട് ചെലവുണ്ടേ. എൻ്റെ മോള് ഹോസ്പിറ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അവൾക്ക് അതിനായി പണം വേണം. അതിനാ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത്. കടം വാങ്ങിയ ആ പണം എൻ്റെ കയ്യിൽ എത്തിയിരുന്നു. അതുകൊണ്ട് പുതുവസ്ത്രങ്ങൾ വാങ്ങിയണിഞ്ഞ് ഞാൻ ആ മനുഷ്യൻ്റെ ഒപ്പം നഗരത്തിൽ അലഞ്ഞു നടന്നു. സിനിമാശാലകളിൽ ഇരുന്ന് സിഗരറ്റ് മണമുള്ള ചുംബനങ്ങൾ സ്വീകരിച്ചു. അയാൾക്ക് ഭക്ഷണവും വസ്ത്രവും വാങ്ങിക്കൊടുത്തു. എവിടുന്നാണ് അച്ഛന് പണം കിട്ടുന്നതെന്ന് ഞാൻ അന്വേഷിച്ചില്ല. മണൽക്കാട്ടിലെ സിമന്റ് പ്ലാന്റിൽ ഉച്ചിപ്പൊള്ളുന്ന വെയിലിൽ വലിയ ഹാമർ കൊണ്ട് ചുട്ടുപഴുത ഇരുമ്പ് ബീമുകളിൽ ആഞ്ഞടിക്കുമ്പോൾ അച്ഛൻ എന്നെ ഓർത്തിരിക്കണം. എൻ്റെ സുഖങ്ങൾക്കായി കൊടും വെയിലിൽ ഓവർ ടൈം എടുത്തിരിക്കണം. ഓരോ ദർഹവും പിശുക്കി പിശുക്കി ചെലവഴിച്ചിരിക്കണം. ജയ്ക്കുട്ടിയെ, ദാമു വന്നില്ലല്ലോടി. വരും അച്ഛാ, ഞാൻ പറഞ്ഞു. അടുക്കളയിലേക്ക് പോവാൻ ഞാൻ ഭയന്നു. പ്രണയം ഒരു ഉന്മാദമാണ്. അത് പരിസരങ്ങളെ മറക്കും, ബന്ധങ്ങളെ മറക്കും. വിരലുകൾ വിരലുകളെ തേടിച്ചെല്ലും, അതരങ്ങൾ അതരങ്ങളെ തിരയും. ചുറ്റും പരക്കുന്ന മായികമായ നിലവിൽ പ്രണയം ഗന്ധങ്ങളെ കൈമാറും. ചുമരിലെ ഇളം നീലയിലേക്ക് തന്നെ നോക്കി അച്ഛൻ ഇരുന്നു. കനത്ത് വിങ്ങിയ തലച്ചോറുമായി ഞാനും. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണം, ദാമു വന്നോട്ടെ. അവൻ്റെ ഒപ്പം കുടിക്കാം. അവൻ ആ കൂളറിൽ വൃത്തികെട്ട വെള്ളത്തിൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ORS കലക്കി കുടിച്ചിട്ടുണ്ടാവും. ഞാൻ അമ്മയിൽ വന്ന മാറ്റങ്ങളെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. അമ്മ ഇപ്പോൾ മുറുക്കമുള്ള ബ്രായും നൈറ്റിയും ചുരിദാറുമാണ് ധരിക്കുന്നത്. സ്വന്തം ശരീരവടിവുകൾ അമ്മ അവനെ കാണിക്കു വെക്കുകയാണ്. 2 ശരീരങ്ങൾ ശരീരഭാഷയിലൂടെ പ്രണയം പറയുകയാണ്. ശരീരത്തിന്റെ ആസ്തികൾക്ക് കൊടുങ്കാറ്റുകളെ സൃഷ്ടിക്കാൻ കഴിയും, വൻമരങ്ങളെ കടപുഴക്കാൻ കഴിയും. അതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. അതിനു നേരെ ഞാൻ കൈമുറയിട്ടതുകൊണ്ട് യാതൊരു കാര്യമില്ലെന്ന് ബോധ്യമായപ്പോൾ അമ്മയോടും അമ്മയുടെ ശരീരത്തോടും എനിക്ക് ഇഷ്ടവും അലിവും തോന്നി. പാവം അമ്മ. മകൾ വരുത്തിവെച്ച അപമാനത്തിൽ മനസ്സിന്റെ തുറസുകളിലേക്ക് ഭയവും വിഷാദവും കടത്തിവിട്ട് മൗനത്തിന്റെ ചതുപ്പിലേക്ക് താണുപോയ ഭർത്താവിന്റെ മുൻപിൽ അമ്മ എത്രമാത്രം നൊന്തു പിടഞ്ഞിരിക്കണം. കുടുംബക്കാരെല്ലാം ഒറ്റപ്പെടുത്തിയപ്പോഴും അമ്മ ആരെയും കുറ്റപ്പെടുത്തിയില്ല, വഴക്കു പറഞ്ഞില്ല. തന്റെ ജീവിതം ഈ 4 ചുമരുകൾക്കുള്ളിൽ തടവിലിട്ട് ചിരിയും സന്തോഷവും വെടിഞ്ഞ് വെറുതെ ജീവിച്ചു. അച്ഛനെയും കൊണ്ട് സൈക്കാട്രിസ്റ്റുകളെ ക്ലിനിക്കുകളിൽ ഊഴം കാത്തുനിന്നു. ആരോടും പരാതി പറഞ്ഞില്ല. ഭർത്താവുമൊത്ത് സുഖജീവിതം ജീവിക്കേണ്ട ഈ വീട്ടിൽ തുണിയലക്കിയും നിലം തുടച്ചും ഭക്ഷണമുണ്ടാക്കിയും ഭർത്താവിനെ ശുശ്രൂഷിച്ചും അശാന്തരാത്രികളെ എണ്ണിത്തീർത്ത് വിവാഹത്തിനോ വിരുന്നിനോ പോവാതെ ഓണവും വിഷുവുമില്ലാതെ നൂറ്റാണ്ടുകളുടെ ആയുസ്സുള്ള എത്രയോ മാസങ്ങൾ. എൻ്റെ അമ്മ പാവമാണ്, തികച്ചും പാവമാണ്. വീട്ടിലെ പെയിന്റിംഗ് ജോലി ഏതാണ്ട് തീർന്നു തുടങ്ങി. ഇതിനിടയിൽ ഞാനൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അമ്മയോടുള്ള അവൻ്റെ ഇഷ്ടം വെറും ശരീരഭാഷയുടേതല്ല, മറ്റെന്തോ ശക്തമായതുകൂടി അതിൻ്റെ പിറകിലുണ്ട്. ഒരുപക്ഷെ എനിക്ക് മനസ്സിലാകാൻ പ്രയാസമുള്ള എന്തോ ഒന്ന്. എന്നിട്ടും ശരീരത്തിന്റെ വിശപ്പ് മാറ്റാനല്ല അവൻ ആശിക്കുന്നതെന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ചില കടുങ്കൈകൾ തന്നെ ചെയ്തു.
അമ്മയെയും അവനെയും താഴെ തനിച്ച് അവൻ അനുവദിക്കാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് ഇറങ്ങിച്ചെന്നു. അമ്മയാണ് മുറിയിലെ കർട്ടനും കട്ടിലുമൊക്കെ മാറ്റാൻ അവനെ സഹായിച്ചിരുന്നത്. ഞാൻ ചെല്ലുമ്പോൾ അവൻ ലാഡറിൽ കയറുന്നത് അമ്മയുടെ മുറിയിൽ സീലിംഗ് ഫാൻ തുടച്ച് വൃത്തിയാക്കുകയാണ്. അമ്മ അവന് ലാഡർ പിടിച്ചു കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് അമ്മ അവന്റെ കാൽവിരലുകളിൽ തഴുകുന്നുണ്ട്. ഇക്കിളിപ്പെട്ടവൻ പറയുന്നു, ഞാൻ ഇവിടുന്ന് താഴെ വീഴും. നീ വീണാലും ഞാൻ പിടിക്കൂലേ? ചേച്ചി പിടിച്ചാലൊന്നും നിൽക്കില്ല, എന്റെ തലമണ്ട പൊളിയും. അങ്ങനെ ഞാൻ ചെയ്യുവോടാ സിനു. മോനും അവനും സിനുവും കടന്ന് അമ്മ അവനെ ഓമനത്തത്തോടെ സിനു എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ ദേഹമാകെ പുളിറുമ്പ് കയറി പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ പിടിച്ചു കൊടുത്തളാം അമ്മേ. വേണ്ടടി, അമ്മ പിടിച്ചോളാം. ഞങ്ങൾ രണ്ടാൾക്കും തർക്കിക്കാൻ ഇടതരാതെ അവൻ ഫാൻ തുടച്ച് താഴേക്ക് ഇറങ്ങി. ഇറങ്ങുമ്പോൾ അവന്റെ കാൽമുട്ടുകൾ അമ്മയുടെ നെഞ്ചിൽ ഉരസുന്നത് ഞാൻ വ്യക്തമായി കണ്ടു. സാധാരണഗതിയിൽ ആ കാഴ്ചയിൽ യാതൊരു അസ്വാഭാവികതയും തോന്നാൻ പാടില്ലാത്തതാണ്. പക്ഷേ അവ രണ്ടുപേരുടെയും മുഖത്തെ ഭാവം മറ്റൊന്നായിരുന്നു. അവൻ അമ്മയുടെ മുറിയുടെ ചുമരുകൾ പെയിന്റ് ചെയ്തു കഴിഞ്ഞിരുന്നു. ഇനി ജനലും വാതിലും ജനൽ ഗ്രില്ലുകളും പെയിന്റ് ചെയ്യാനേ ഉള്ളൂ. നിലത്ത് വീണ പെയിന്റ് തുള്ളിയിൽ തുടച്ചെടുക്കാനായി അമ്മ ബക്കറ്റിൽ വെള്ളവും തുണിയുമായി വന്നു. ഞാൻ തുടച്ചോളാം അമ്മേ. വേണ്ടടി, നീ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്, ഇത് ഞാൻ ചെയ്തോളാം. വേണ്ട അമ്മേ, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അമ്മ അടുക്കളയിൽ വല്ല പണിയും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചെയ്യേ, ഇത് ഞാൻ തുടച്ചോളാം. കടും ചുവപ്പ് നിറത്തിലുള്ള മാക്സിയാണ് അമ്മ ഇട്ടിരിക്കുന്നത്. മാക്സി അരയിലേക്ക് വലിച്ചു കുത്തിയിട്ടുണ്ട്. നഗ്നമായ വെളുത്ത് കാൽമുട്ടുകൾ കാണാം. ഞാൻ അടുത്തുണ്ടെന്ന ബോധം പോലുമില്ലാതെയുള്ള അവരുടെ ആ നോട്ടങ്ങൾ എന്നിൽ കൗതുകമല്ല ഉണ്ടാക്കിയത്. 43-ാമത്തെ വയസ്സിലും അമ്മ സുന്ദരിയാണ്. അമ്മയുടെ ശരീരം സുന്ദരമാണ്. അസൂയ തോന്നുന്നുണ്ടോ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു നോക്കി. ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കിട്ടിയത്. ഉച്ചയോണുള്ള സമയമായി. ബക്കറ്റ് നിലത്തേക്കിട്ട് തുടയ്ക്കാനുള്ള തുണി വലിച്ചെറിഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. അമ്മയുടെ ആ പോക്ക് കണ്ടപ്പോൾ എനിക്ക് ചിരിയും ഒപ്പം സഹതാപവും തോന്നി. അവൻ താനൊന്നും അറിയുന്നില്ല എന്ന ഭാവത്തിൽ പെയിന്റ് ബക്കറ്റുമായി പുറത്തേക്കും പോയി. അടുക്കളയിൽ പാത്രങ്ങൾ പതിവില്ലാതെ ഒച്ചയുണ്ടാക്കി. അമ്മ മൂളിപ്പാട്ട് പാടുകയല്ല, എന്തൊക്കെയോ മുറുമുറുക്കുകയാണ്. പെയിന്റ് ബക്കറ്റ് പുറത്തു വെച്ച് അവൻ മടങ്ങി വന്നു. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു, ഞാൻ തുടച്ചോളാം, കുട്ടി പൊയ്ക്കോ. ഞാനും അവനും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉണ്ടാവൂ. അവൻ്റെ മുഖത്തും വസ്ത്രങ്ങളിലും കൈകളിലും ഇളം നീല ഇമൽഷൻ മഴത്തുള്ളികളായി ചിതറിക്കിടന്നു. ബക്കറ്റ് എടുക്കാനായി അവൻ കുനിഞ്ഞതും ഞാനും ഒപ്പം കുനിഞ്ഞു. ഞങ്ങളുടെ തല തമ്മിൽ കൂട്ടിമുട്ടി. ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, ഞാൻ തുടച്ച ശരിയാവില്ലേ? അതല്ല പിന്നെന്താ? ഞാൻ കൈ രണ്ടും തുടകളിൽ കുത്തിനിന്ന് ചോദിച്ചു. അവന് പെട്ടെന്ന് അതിൻ്റെ നിഗൂഢാർത്ഥം പിടികിട്ടിയില്ല. പിടികിട്ടിയപ്പോൾ അവൻ എന്നെ തുറച്ചു നോക്കി. ശബ്ദത്തിൽ കഴിയുന്നത്ര ലാസ്യഭാവം വരുത്തി ഞാൻ പറഞ്ഞു. അവൻ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അമ്മ അടുക്കളവാതിൽക്ക് വന്നു നിന്ന് എന്നെ ദേഷ്യത്തോടെ നോക്കി. ഞാനൊന്നും സംഭവിക്കാത്ത പോലെ മൂളിപ്പാട്ടും പാടി കറുത്ത മാർബിൾ തറയിൽ വീണ ഇളം നീല മഴത്തുള്ളിയിൽ തുടച്ചു. അടുക്കളയിൽ പാത്രങ്ങൾ കൂടുതൽ ഒച്ചയുണ്ടാക്കി. ഗ്ലാസുകൾ നിലത്ത് വീണ് ഉടഞ്ഞു. ഞാനിട്ട ചൂണ്ടയിൽ കൊത്തി അവൻ മടങ്ങി വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ ആ മുറി തുടച്ചു വൃത്തിയാക്കി അവിടുന്ന് പോകും വരെ അവൻ അവിടേക്ക് വന്നില്ല. ഞാനിട്ട് കൊടുത്ത ചൂണ്ടകളിലൊന്നും അവൻ കൊത്തിയില്ല. മുഖത്തുരുമ്മിയ എൻ്റെ മുടിയോ അവനെ തൊട്ട എൻ്റെ വിരലുകളോ എൻ്റെ ശരീരമോ ഒന്നും അവൻ കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല. ഞങ്ങൾ രണ്ടാളും തനിച്ചാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ഞാൻ ആ ചൂണ്ടകളൊക്കെയും ഇട്ടത്. എൻ്റെ ശരീരത്തെപ്പറ്റി എനിക്ക് നല്ല മതിപ്പുണ്ട്. ഒരു യുവാവിന് വേണ്ടി വന്നാൽ കയ്യിലെടുത്ത് ഓമനിക്കാൻ വരെ കഴിയുന്ന സുന്ദരമായ ശരീരം തന്നെയാണ് എൻ്റേത്. എന്നിട്ടും അവൻ എൻ്റെ ശരീരത്തെയും അതിൻ്റെ കാഴ്ചകളെയും ക്രൂരമായ നിസ്സംഗതയോടെ അവഗണിച്ചു. പരീക്ഷണം എന്നതിലുപരിയായി എൻ്റെ ശരീരം ആകർഷണീയമാണെന്ന് തെളിയിക്കേണ്ട വാശിയിലേക്കാണ് എൻ്റെ ചിന്തകൾ വളർന്നത്. ആ വളർച്ചയിൽ മനസ്സ് സഞ്ചരിക്കുന്ന വഴികളോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാനിട്ട ഓരോ ചൂണ്ടലിനെ പറ്റിയും അവൻ അമ്മയോട് പറയുന്നുണ്ടെന്ന് അമ്മയുടെ കുത്തുവാക്കുകളിലൂടെ എനിക്ക് മനസ്സിലായി. ഒരിക്കലും പറയാത്ത വാക്കുകളാണ് പിന്നീട് അമ്മ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അമ്മയെ കുറ്റപ്പെടുത്താനാവില്ല. തന്നെ ഉയരോളം പ്രണയിക്കുന്ന ഒരു പുരുഷനെ സ്വന്തം മകൾ പ്രലോഭിപ്പിക്കാൻ നോക്കുമ്പോൾ ഭൂമിയിൽ ഒരു സ്ത്രീയും സഹിച്ചെന്ന് വരില്ല. എൻ്റെ അമ്മ ഒട്ടും സഹിച്ചില്ല. ഇനി അവരെ തമ്മിൽ അകറ്റാൻ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ട പല രംഗത്തിലും ഞാൻ സാക്ഷിയായി. എൻ്റെയും അമ്മയുടെയും നിശബ്ദമായ പോരിനിടയിൽ യാതൊന്നും അറിയാതെ അച്ഛൻ കിടന്നു. അവൻ അച്ഛൻ്റെ മുറിയിലേക്ക് വരാതെയായി. വരാൻ ഒരുങ്ങിയാൽ തന്നെ അമ്മ അത് തടഞ്ഞു. ഉച്ചയോണിൻ്റെ വിശ്രമവേളകളിൽ അടുക്കളയിലെ മാർബിൾ തിണ്ണയിലിരുന്ന് അമ്മയും അവനും സംസാരിച്ചു. അമ്മ അവനെ തൻ്റെ മടിയിൽ കിടത്തി നിശബ്ദമായി കരഞ്ഞു. പെയിന്റ് മഴ വീണ അവൻ്റെ മുഖം സ്വന്തം മുടികൊണ്ട് അമ്മ മറച്ചു പിടിച്ചു. എൻ്റെ അമ്മ പ്രണയം അറിയുകയാണ്. രതിയും പ്രണയവും ഒന്നായി ചേരുന്ന അപൂർവ ബന്ധങ്ങളിൽ ഒന്നാണ് അവരുടെന്ന് എനിക്കും ബോധ്യമായി. അവർ ശരീരങ്ങളെ ഒഴിവാക്കി നിർത്തി പ്രണയിച്ചില്ല. വിലാസിനി എന്ന 43-കാരി ജീവിക്കാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ്. പ്രണയിക്കാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ്.
രതി എന്ന സൂര്യ തേജസ്സിനുമേൽ പ്രണയത്തിന്റെ മഴവില് ചാർത്തുന്നത് ഇപ്പോഴാണ്. ഇതുവരെ ഞാൻ വായിക്കുകയും കാണുകയും മാത്രം ചെയ്ത ആ പ്രണയം ഇതാണ്. തനിക്കും ഒരു പുരുഷനെ പ്രണയിക്കാൻ കഴിയുമെന്ന് ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തരികയാണ്. തീർച്ചയായും മറ്റെല്ലാം മാറ്റിവെച്ച് നോക്കുമ്പോൾ അവരുടെ ഈ പ്രണയത്തിൽ ഞാൻ സന്തുഷ്ടയാണ്. എൻ്റെ അമ്മ, എൻ്റെ പാവം അമ്മ. പക്ഷേ ഒരു 24-കാരന് ഈ പ്രണയം എത്ര കാലം എത്ര ദിവസം കൊണ്ടു നടക്കാൻ കഴിയുമെന്ന് ഞാൻ ആശങ്കപ്പെട്ടു. ആ ആശങ്കകൾക്കുള്ള മറുപടിയായി അവരുടെ തീരുമാനം, ഒന്നിച്ച് ജീവിക്കാനുള്ള അവരുടെ തീരുമാനം അമ്മ എന്നെ നേരിട്ട് തന്നെ അറിയിച്ചപ്പോൾ ഞാൻ വെറും അടുക്കളപ്പെണ്ണായി ചുരുങ്ങിപ്പോയി. അമ്മ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഭ്രാന്തല്ല ജയശ്രീ, അമ്മയ്ക്ക് അവനെ ഇഷ്ടമാണ്, അവന് എന്നെയും ഇഷ്ടമാണ്. പിന്നെ ഒന്നിച്ച് ജീവിക്കുന്നതിൽ എന്താ തെറ്റ്? അമ്മയുടെ മുൻപിൽ ആ പഴയ സ്കൂൾ കുട്ടിയെ ഞാൻ ചൂളി നിന്നു. എൻ്റെ അമ്മ തന്നെയാണോ ഈ പറയുന്നത് എന്ന് വിശ്വാസം വരാതെ ഞാൻ വിക്കി വിക്കി ചോദിച്ചു. ഒന്നിച്ച് ജീവിക്കാന്ന് പറഞ്ഞാല്? ഒന്നിച്ച് ജീവിക്കലെന്നെ? അമ്മ എൻ്റെ കണ്ണിലേക്ക് തന്നെ തറപ്പിച്ചു നോക്കി. കല്യാണം കഴിച്ചോ അല്ലാതെയോ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും. അപ്പോൾ ഞാനും അച്ഛനും എന്തു ചെയ്യുമെന്ന ചോദ്യം എൻ്റെ നാവിൻ തുമ്പോളം എത്തിയതാണ്. പക്ഷേ ഞാൻ ചോദിച്ചില്ല. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി വ്യക്തമായ ധാരണ എനിക്ക് ആ ചോദ്യം ചോദിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ ജനിക്കും മുൻപേ അമ്മ അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയതാണ്. 24 വർഷം അവർ ഒരുമിച്ച് ജീവിച്ചതാണ്. ആ ജീവിതത്തിൽ അമ്മയ്ക്ക് തൃപ്തി ഉണ്ടായിരുന്നോ എന്ന് അച്ഛൻ ഒരിക്കലും ചോദിച്ചിട്ടുണ്ടാവില്ല. ഞാനും ചോദിച്ചിട്ടില്ല, ആരും ചോദിച്ചിട്ടുണ്ടാവില്ല. നീ മുതിർന്ന കുട്ടിയാണ്. അമ്മ എൻ്റെ തോളിൽ കൈവച്ചു. എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പറഞ്ഞു തരേണ്ട പ്രായത്തിൽ അമ്മ അത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എനിക്ക് ഉത്തരങ്ങളില്ലായിരുന്നു. അമ്മയുടെ മുഖത്തും കണ്ണുകളിലും അസാധാരണമായ ഒരു പ്രകാശം നിറഞ്ഞു നിന്നു. അത് പ്രണയത്തിന്റെ പ്രകാശമാണ്. ജീവിതത്തിന്റെ പൊരുളറിഞ്ഞ ഒരു സ്ത്രീക്ക് മാത്രം വിരിയിക്കാൻ കഴിയുന്ന പ്രകാശം. അച്ഛൻ്റെ ഒപ്പം അമ്മ ജീവിക്കുകയായിരുന്നില്ല ജയശ്രീ, ജീവിക്കും പോലെ അഭിനയിക്കുകയായിരുന്നു. ഇനിയും വയ്യ. സത്യമായിട്ടും അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടാണ്. മോളത് മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കി എൻ്റെ അമ്മയെ, അല്ല വിലാസിനി എന്ന സ്ത്രീയെ, അവരുടെ വിവാഹത്തെ, അവരുടെ ഭർത്താവിനെ, അവിധഗർഭം ചുമന്ന അവരുടെ മകളെ, അവരുടെ ഒറ്റപ്പെടലിനെ, സങ്കടങ്ങളെ, ഉറക്കം വെടിഞ്ഞ അനേകം രാത്രികളെ, അടുക്കളവേട്ടത്തിൽ ഊർന്നു വീണ കണ്ണീരിനെ, പറയാൻ കഴിയാതെ ഉള്ളിലൊളിപ്പിച്ച നോവുകളെ, കാലിൽ തറച്ച മുള്ളുകളെ, സാധനമായി വന്നെത്താത്ത സ്നേഹവിരലുകളെ, കുളിരായി പുണരാത്ത പ്രണയപ്പച്ചകളെ, എല്ലാത്തിനുമപ്പുറം 43 വർഷം ഉള്ളിലെ ഗർഭത്തിൽ അവർ വഹിച്ച ജീവിതമെന്ന ചാപിളയെ. എൻ്റെ നെഞ്ചു കനത്തു, കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ അനങ്ങാതെ നിന്നു. സ്കൂൾ യൂണിഫോമിൽ കറയാക്കിയതിന് അമ്മ തല്ലിയ 6 വയസ്സുകാരിയെപ്പോലെ ഞാൻ ഉറക്കി ഉറക്കി കരഞ്ഞു. അമ്മ എന്നെ ചേർത്ത് പിടിച്ചില്ല. ഞാൻ കരഞ്ഞു തീരുവോളം അമ്മ അതേ നിൽപ്പ് തന്നെ നിന്നു. അടുക്കളവാതിലിനപ്പുറം അവൻ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. അമ്മ എന്നെ പിടിച്ചു നിവർത്തി. ഞാൻ ചെയ്യുന്നത് തെറ്റായിരിക്കാം. അല്ല, തെറ്റാണ്. പക്ഷേ മോളെ, ഇക്കണ്ട കാലം അത്രയും അമ്മ ജീവിച്ചത് ഈ ശരി ചെയ്യാനാണ്. അളന്നു മുറിച്ച ഉറപ്പുള്ള വാക്കുകൾ. അപ്പോൾ പെരുമഴ പോലെ എൻ്റെ ഉള്ളിൽ അച്ഛൻ വന്നു നിറഞ്ഞു. അച്ഛൻ മുകളിലത്തെ മുറിയിൽ നിന്ന് വിളിക്കുകയാണ്. മോളെ ജയ്ക്കുട്ടിയെ, ദാമു വന്നില്ലേടി? കൈകൾ കോർത്തു പിടിച്ച് എൻ്റെ മുൻപിലൂടെ അമ്മയും അവനും മുറ്റത്തേക്കിറങ്ങി. വിദൂരതയിൽ നിന്ന് പെയ്തു വരുന്ന ആ പെരുമഴയുടെ ആരവം ഞാൻ കേട്ടു. അവസാനിച്ചു.